പരിശുദ്ധ നോമ്പിലെ 21-ാം ദിവസം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള തിരുവചനമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഇവിടെ ഈശോ നമുക്കൊരു വെല്ലുവിളിയും വാഗ്ദാനവും നൽകുകയാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. അതായത് ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധം അത് ഹൃദയത്തിൽ മറച്ചുവെക്കുവാനോ സ്വകാര്യമായതോ അല്ല. നാം ജീവിക്കുന്ന രീതിയിലും സംസാരിക്കുന്ന ശൈലിയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ ആ ബന്ധം ദൃശ്യമായിരിക്കണം. നമ്മുടെ വിശ്വാസം നിശബ്ദമായി പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളെ പലപ്പോഴും ഈ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിശബ്ദമായി നിലകൊള്ളാനും ഒരുപക്ഷെ കൂട്ടത്തിൽ ലയിച്ചു പോകാനും നമ്മൾ ക്രിസ്തുവിൻ്റേതാണ് എന്ന് പുറത്ത് കാണിക്കാതിരിക്കാനും ഒക്കെ എളുപ്പമാണ്. എന്നാൽ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ശിഷ്യത്വം ധൈര്യം ആവശ്യപ്പെടുന്നു. ക്രിസ്തുവിനെ അംഗീകരിക്കുക എന്നാൽ അവൻ്റെ പ്രബോധനത്തിൽ, അതായത് അവൻ്റെ സത്യത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്നതാണ്. ചിലപ്പോൾ അത് അസൗകര്യമായിരിക്കാം. സത്യസന്ധതയ്ക്ക് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരാം. കരുണ കാണിക്കുക എളുപ്പമല്ലാത്ത നിമിഷങ്ങൾ ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യപ്പെടാം. ശരിയായ കാര്യങ്ങൾക്കായിട്ട് നിലകൊള്ളുമ്പോൾ നാം വിമർശിക്കപ്പെടാം, വ്യത്യസ്തരെന്ന് മുദ്രകുത്തപ്പെടാം. എന്നാലും ക്രിസ്തു ശിഷ്യരായി ജീവിക്കുക എന്നത് അവൻ്റെ സത്യത്തോടും സ്നേഹത്തോടും വിശ്വസ്തരായി നിൽക്കുക എന്നതാണ്. എന്നാൽ ഈ ഉത്തരവാദിത്വത്തിൽ ദൈവം നമ്മെ ഒരിക്കലും ഒറ്റയ്ക്ക് ആക്കുന്നില്ല. ഈശോ പറയുന്നു, എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ദൈവം ഒരിക്കലും നമുക്ക് ആവശ്യമായ കൃപ നൽകാതെ ധൈര്യം ആവശ്യപ്പെടുന്നില്ല. നാം ക്രിസ്തുവിനായി നിലകൊള്ളുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നാം ദുർബലരാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിലും അനിശ്ചിതത്വത്തിലും ഭയത്തിലുമൊക്കെ നിലകൊള്ളുന്ന സമയങ്ങളിലും ദൈവം തന്നെ നമുക്കാവശ്യമായ കൃപയും ശക്തിയും പറയേണ്ട വാക്കുകളുമൊക്കെ നൽകും. ഈ നോമ്പുകാലം ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിശ്വസ്തതയെ ആഴപ്പെടുത്താനുള്ള സമയമാക്കി മാറ്റാം. സുഖകരമായ വിശ്വാസത്തിൽ നിന്നും ധീരമായ വിശ്വാസത്തിലേക്ക്, നിശബ്ദ വിശ്വാസത്തിൽ നിന്ന് ദൃശ്യമായ ശിഷ്യത്വത്തിലേക്ക് മാറാൻ ഈ പരിശുദ്ധമായ സമയം നമ്മെല്ലാം ക്ഷണിക്കുകയാണ്. ഇന്ന് നമുക്കുള്ള ചോദ്യം വളരെ ലളിതമാണ്. ക്രിസ്തു നമുക്കായി അവൻ്റെ ജീവൻ സമർപ്പിച്ചുവെങ്കിൽ നാം അവനു വേണ്ടി ധൈര്യത്തോടെ തുറവിയോടെ ജീവിക്കുവാൻ സന്നദ്ധരാണോ? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ ജീവിത സാക്ഷ്യങ്ങളിലും നാം ഈശോയെ അംഗീകരിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഈശോ വാക്ക് നൽകുകയാണ്, അവൻ ദൈവപിതാവിൻ്റെയും മാലാഖമാരുടെയും മുൻപാകെ നമ്മെ അംഗീകരിക്കും. ഒരുപക്ഷെ ഏതൊരു ശിഷ്യനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയും അതുതന്നെയല്ലേ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.